പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. മാത്യു സാമുവൽ ഇന്നും വിഷമമിക്കുന്ന ഒരു വീഡിയോയുമായി ഇറങ്ങിയിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് അദ്ദേഹം വലിയ തിരക്കിലായിരുന്നു. കാരണം ആന്ധ്ര, തെലുങ്കാന മുതലായ സ്റ്റേറ്റുകളൊക്കെ ക്രിസ്ത്യൻ സ്റ്റേറ്റുകളാക്കണം. അതിനു മുമ്പ് അദ്ദേഹം ഇറാനിലും അതുപോലെ സിറിയയിലും ഒക്കെ ആയിരുന്നു. അവിടെയൊക്കെ ക്രിസ്ത്യൻ സ്റ്റേറ്റുകളാക്കി രാജ്യങ്ങളാക്കി അദ്ദേഹം ഇങ്ങനെ അർമാദിച്ച് ആഹ്ലാദിച്ച് വരുമ്പോഴാണ് ഇനി എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് തിരിഞ്ഞുകൂടാ എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടാകുന്നതും നേരെ ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ വന്നത് ക്രിസ്ത്യൻ സ്റ്റേറ്റുകളാക്കുന്നത്. കാരണം നേരത്തെ ഇറാനും സിറിയയും ലബനാനും ഒക്കെ ക്രിസ്ത്യൻ ആക്കിയപ്പോൾ അദ്ദേഹത്തെ സംഘികളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം നേരെ തെക്കേ ഇന്ത്യയിലോട്ട് വന്ന് ആന്ധ്രയും തെലുങ്കാനയും ഒക്കെ ക്രിസ്ത്യൻ സ്റ്റേറ്റുകളാക്കിയപ്പോൾ അത് സംഘികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരദ്ദേഹത്തെ തെറി കൊണ്ട് മൂടി. കാരണം അവരുടെ ആസ്ഥാനത്താണല്ലോ പിടിച്ചേക്കുന്നത്. യാതൊരു തെളിവുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. എങ്കിലും സംഘികളങ്ങ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. പക്ഷേ ആന്ധ്രയും തെലുങ്കാനയും ക്രിസ്ത്യൻ സ്റ്റേറ്റുകളാകുന്നു. അവിടെ നിന്ന് അയ്യപ്പനെ ദർശിക്കാൻ ശബരിമലയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു, 40% കുറയുന്നു, അവിടെ ക്രൈസ്തവർ കൂടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സംഘികൾക്ക് പിടിച്ചിട്ടില്ല. അവരദ്ദേഹത്തെ പൂരത്തെറി കൊണ്ട് മൂടിയപ്പോൾ ഇന്ന് അദ്ദേഹം നേരെ പഴയ ശത്രുക്കളായ മുസ്ലിങ്ങളുടെ നേർക്ക് തന്നെ ചാടിയിട്ടുണ്ട്. കാരണം ഇതാണല്ലോ എളുപ്പം, ചാഞ്ഞിടക്കുന്ന മരത്തിൽ ആർക്ക് ഓടിക്കയറാമല്ലോ. അപ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം പ്രീണനം കൂടുന്നു. അതിന് അദ്ദേഹം കാണിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് സ്കൂൾ യുവജനോത്സവത്തിൽ ഗസയ്ക്ക് അനുകൂലമായി എന്തോ സംഗതികൾ നടന്നു. ഞാൻ അത് വാർത്ത കേട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്തോ ഐക്യദാർഢ്യ പ്രകടനമൊക്കെ നടന്നു, ഗസയിൽ കൊല ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, എങ്കിലെന്തുകൊണ്ട് ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൂടാ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഗസ അതൊരു മതപരമായ സമരമല്ല, അതെങ്കിലും ഒരു ഇസ്ലാമിക സമരമല്ല മാത്യു സാമുവൽ അവിടെ നടക്കുന്നത്. കാരണം ഗസയിൽ നല്ലൊരു വിഭാഗം ക്രിസ്ത്യാനികളുണ്ട്. അവിടെ തെരുവുകളിൽ, പ്രത്യേകിച്ചും ഗസയുടെ തെരുവുകളിൽ വരച്ചു വച്ചിരിക്കുന്ന ഫലസ്തീൻ്റെ നാഷണൽ ഹീറോസിൻ്റെ, അവരുടെ ദേശീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്. ബത്ലഹേമിൽ കഴിഞ്ഞ വർഷവും അവിടെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. കാരണം ഫലസ്തീനിലേക്ക് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബത്ലഹേമിലെ നല്ലൊരു വിഭാഗം പള്ളികളിലും കഴിഞ്ഞ വർഷം ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വർഷം ചില പള്ളികളിലൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി യേശുക്രിസ്തുവിനെ പുതപ്പിച്ച് കിടത്തിയത്, ആ ചടങ്ങുകളുടെ ഭാഗമായി യേശുക്രിസ്തുവിനെ പുതപ്പിച്ച് കിടത്തിയത് ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ പ്രതീകമായ, അവരുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായ കഫിയ എന്ന് പറയുന്ന വസ്ത്രം ഉപയോഗിച്ചാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ മാഹീൻ എന്ന് പറയുന്ന യൂട്യൂബർ, അയാൾ ബത്ലഹേം സന്ദർശിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ബത്ലഹേം കൊണ്ടു നടന്ന് കാണിച്ചു കൊടുത്തത് ആൻ്റണി എന്ന് പറയുന്ന ഫലസ്തീനി അറബിയായ ക്രൈസ്തവരാണ്. അദ്ദേഹം പറയുന്നുണ്ട് ബത്ലഹേമിൽ 60% മുകളിൽ ക്രൈസ്തവരായിരുന്നു, ജൂതന്മാർ അവരെ ബത്ലഹേമിൽ നിന്ന് ഓടിച്ചു, അവിടെ ജൂത കുടിയേറ്റം നടത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫലസ്തീനിലെ ക്രൈസ്തവരൊക്കെ ഗസയ്ക്കൊപ്പമാണ്. കാരണം അവരവരുടെ രാജ്യമാണ്, അവർ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അംഗീകരിക്കുന്നുണ്ട്. ഒരുപാട് ഫലസ്തീനികളായ ക്രൈസ്തവ നേതാക്കന്മാർ പിഎൽഒക്കൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും യാസർ അറാഫത്തിൻ്റെ ഭാര്യയുടെ മാതാവ്, പിതാവ്, അവരൊക്കെ ക്രൈസ്തവരാണ്. അവരൊക്കെ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഗസയ്ക്കൊപ്പമായിരുന്നു. ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഗസ ഒരിക്കലും ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിലുള്ള പോരാട്ടമല്ല നടക്കുന്നത്, മറിച്ച് അവിടെ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് നടക്കുന്നതെന്നാണ്. പക്ഷെ മാത്യു സാമുവലിന് അത് മത പോരാട്ടമാക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹം ഇസ്ലാമിൻ്റെ ക്രൂരതയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് താലിബാനാണ്. താലിബാൻ ഭയങ്കര ക്രൂരതയാണ് എന്നാണ് കാണിക്കുന്നത്. ആരാണ് താലിബാൻ്റെ ഉപജ്ഞാതാക്കൾ? താലിബാൻ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിലുണ്ടായ ഒരു തീവ്രവാദ സംഘടനയാണ്. എങ്ങനെയാണ് അതുണ്ടായത്? കാരണം സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിക്കുമ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകളെ അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കുവാൻ വേണ്ടി അവിടുത്തെ മദ്രസ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് താലിബാൻ. താലിബാന് സ്പോൺസർഷിപ്പ് ആരായിരുന്നു? അമേരിക്കയായിരുന്നു. കാരണം അന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉണ്ടായിരുന്ന ശീതസമരത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയും താലിബാനെ അവിടെ സപ്പോർട്ട് ചെയ്ത് അവിടെ സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയുള്ള, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന് അനുകൂലമായ ഒരു ഭരണത്തെ അട്ടിമറിക്കുവാൻ അമേരിക്ക നിയോഗിച്ച സംഘടനയാണ് താലിബാൻ.
താലിബാന് ആളും അർത്ഥവും പണവും എല്ലാം കൊടുത്തത് അമേരിക്കയാണ്. അത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളോ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രത്തലവന്മാരോ അല്ല. അതിനൊക്കെ പിന്നിൽ അമേരിക്കയാണ്. ലോകത്ത് എവിടെയൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ടോ അതിനൊക്കെ പിന്നിൽ ആരാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അവസാനം സിറിയയിലെടുത്താൽ അവിടെ HTS എന്ന് പറയുന്ന ഭീകരവാദ സംഘടന അധികാരത്തിലെത്തുന്നത് ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ ഇസ്രായേലൊക്കെ ക്രിയേറ്റ് ചെയ്ത ഇത്തരം ഭീകരവാദ സംഘടനകളുടെ മേൽവിലാസം അത് ഇസ്ലാമിനോ ഇസ്ലാമിക് രാജ്യങ്ങളുടെ മേൽ കൊണ്ടുകെട്ടി വയ്ക്കുവാൻ മാത്യു സാമുവൽ ശ്രമിക്കേണ്ട. അത് ചരിത്രം അറിയാവുന്നവർ, അതിൻ്റെ കാലവും വിഗതിയും അറിയാവുന്നവർ മറുപടി പറയും. അതൊന്നും ഇസ്ലാമിൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കേണ്ട. അതിനൊക്കെ പിന്നിൽ ലോകത്തെ സാമ്രാജ്യത്വ ശക്തികളുണ്ട്. ലോകത്തെ പരസ്പരം തല്ലിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടാക്കി അവിടെ ഒരു രേഖ വരച്ച് ആ രണ്ട് രാജ്യങ്ങളെയും പരസ്പരം തല്ലിക്കുന്ന ആളുകളുണ്ട്. ലോകത്തെല്ലാ ഭാഗത്തും പല ഭാഗങ്ങളിലും കടന്നു കയറി സയണിസവും ഫാസിസവും ഉണ്ടാക്കിയ ശക്തികളാണ് താലിബാന് പിന്നിൽ. അതിന് പിന്നിൽ യാതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യമോ ഇസ്ലാമിക സംഘടനകളോ ഇല്ല. മാത്യു സാമുവലിനെ പോലെ ആളുകൾ സത്യം തിരിച്ചറിയണമെന്നാണ് പറയാറുള്ളത്. തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് പ്രാർത്ഥനപ്പെടുത്തുക. ജയ് ഹിന്ദ്.